ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുഖക്കുരുവിൻ്റെ വന്ന പാടുകൾ നമുക്ക് എങ്ങനെ മാറ്റാം, ഒരുപാട് പൈസ ചെലവില്ലാതെ നമുക്ക് വീട്ടിലുള്ള പ്രൊഡക്റ്റ് തന്നെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എൻ്റെ മുടിനെ പറ്റി നിങ്ങൾ ശ്രദ്ധിക്കും. കാരണം എൻ്റെ ഹെയറിൽ ഞാൻ നല്ലപോലെ ഓയിൽ തേച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ മുടി ഇങ്ങനെ ഇരിക്കുന്നത്. മുടിയിലോട്ട് ആരും ശ്രദ്ധിക്കേണ്ട. അങ്ങനെ അപ്പോൾ ഞാൻ ഇച്ചിരി ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് കരുതിയതാണ്. കാരണം ഒരുപാട് പേരുടെ അടുത്ത് കമൻറ്റിൽ ചോദിക്കാറുണ്ടായിരുന്നു, എപ്പോൾ ഷോട്ട് ചെയ്താലും മുഖക്കുരു വന്നതിൻ്റെ പാട് മാറാനായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമെന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ ഇട്ടിട്ടുള്ളതാണ് എങ്ങനെ പിഗ്മെൻറ്റേഷൻ മാറ്റാം, എങ്ങനെ കളർ വെക്കാം എന്നതിനെ കുറിച്ചിട്ട്. പക്ഷേ മുഖക്കുരു വന്നതിൻ്റെ പാട് മാറാനായിട്ടുള്ളത് ഞാൻ ഇതേവരെയും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് കരുതി. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. കാരണം എൻ്റെ വീഡിയോ എന്ന് പറയാനായിട്ട് ഒരു 10 മിനിറ്റിൽ കൂടുതൽ അങ്ങനെ പോകാറില്ല. അതായത് ഒരു 10 മിനിറ്റിനും 15 മിനിറ്റിനൊക്കെ ഇടയ്ക്കുള്ള വീഡിയോസ് ഞാൻ ഇടാറുള്ളൂ. കാരണം വീഡിയോ ചെയ്യുന്ന എനിക്കും ബോറടി ആയിരിക്കും, കാണുന്ന നിങ്ങൾക്കും ബോറടി ആയിരിക്കും. അപ്പോൾ നമ്മൾ ആരെയും ബോറടിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് പോവാം. അപ്പോൾ ഞാൻ എല്ലാത്തിലും പറഞ്ഞു തരുന്നത് അഫോർഡബിൾ റേറ്റിന് വാങ്ങുന്ന പ്രൊഡക്റ്റുകളാണ്. ഇന്നും മിക്കതും നമ്മുടെ വീട്ടിലുള്ള പ്രൊഡക്റ്റുകളും, പിന്നെ 1-2 പ്രൊഡക്റ്റ് മാത്രമേ പുറത്തുനിന്ന് വളരെ പൈസ കുറഞ്ഞ് പുറത്തുനിന്ന് വാങ്ങാവുന്ന പ്രൊഡക്റ്റ് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. അതിനകത്ത് ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ വിറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ്. അതുപോലെ തന്നെ ആവണക്കെണ്ണ വേണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ തേങ്ങാപ്പാൽ, പിന്നെ ഗ്രീൻ ടീ. ഈ 4 ഐറ്റമാണ് മെയിനായിട്ട് നമുക്ക് വേണ്ട ഐറ്റം. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. വിറ്റമിൻ ഇ ടാബ്ലറ്റ് ഒരുപാട് പേര് ഫാർമസിയിൽ വന്ന് വാങ്ങിക്കൊണ്ട് പോകാറുണ്ടായിരുന്നു. അതായത് അവർക്ക് ഫേസിൽ മുഖക്കുരു വന്നതിൻ്റെ പാട്, പിന്നെ കണ്ണിനടിയിലെ കറുപ്പ് മാറാനൊക്കെ ആയിട്ട് വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. പക്ഷെ അത് നമ്മൾ മരുന്ന് കഴിക്കുന്ന പോലെ വായിലൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒരുപാടധികം നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖക്കുരു വന്നതിൻ്റെ പാട് മാറാനായിട്ടും സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനായിട്ടൊക്കെ ഈ ഒരു ടാബ്ലറ്റ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ രണ്ടാമത് പറയുന്നത് ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ നമ്മുടെ ഫേസിൽ ഫുള്ള് ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. കാരണം നമ്മുടെ ഫേസിൽ ഹെയർ ഗ്രോത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ആവണക്കെണ്ണ യൂസ് ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മുടെ നെറ്റിയുടെ ഭാഗത്ത്, അല്ലെങ്കിൽ ഈ 2 ഭാഗത്തൊക്കെ ആയിരിക്കും മുഖക്കുരു വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുറച്ചൊന്ന് വെച്ച് ഇങ്ങനെ തേച്ച് കൊടുക്കുക. നമ്മുടെ ഫേസിൽ ആ ഒരു മുഖക്കുരുള്ള ഭാഗത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മുടെ തേങ്ങാപ്പാലാണ്. നമുക്ക് പശുമ്പാൽ കുടിക്കുന്ന പോലെ തേങ്ങാപ്പാൽ, നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ എങ്ങനെയെങ്കിലും കുടിക്കാൻ നോക്കാം. പക്ഷെ അത് കുടിക്കൽ കുറച്ച് ടാസ്ക് ഉള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ അത് വയറ്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ ബോഡി വൈറ്റൻ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കറിയാൻ പറ്റും, നമ്മുടെ കുഞ്ഞു വാവകൾക്കൊക്കെ നമ്മൾ തേങ്ങാപ്പാലിൻ്റെ വെളിച്ചെണ്ണ, അതായത് ഉരുക്ക് വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഉണ്ടാക്കി തേപ്പിക്കാറുണ്ട്. അത് നമ്മളെ നേരിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് തേങ്ങാപ്പാൽ, നമ്മൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കുടിക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചായ കുടിക്കുന്നവരാണ്. അപ്പോൾ ഈ ചായ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചായ കൂടി ഒന്ന് സ്റ്റോപ്പ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. പകരം ഗ്രീൻ ടീ കുടിക്കാൻ നോക്കാം. കാരണം പാൽ ചായ, കട്ടൻ ചായ ഒക്കെ നമ്മൾ മധുരമിട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷുഗർ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഗ്രീൻ ടീ നമുക്ക് മധുരമില്ലാതെ 2-3 നേരം കുടിക്കുന്നത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ വിറ്റമിൻ അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ കഴിക്കാൻ നോക്കാം. പിന്നെ അതിൽ omega-3 എല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സ്കിന്ന് നല്ലപോലെ കെയർ ചെയ്യണം. അതായത് കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു മുഖക്കുരു കണ്ടുവരുന്നത് ഓയിലി സ്കിൻ ഉള്ളവർക്കാണ്. അങ്ങനെയുള്ള ഒരു ഫേസ് 2 നേരം 3 നേരമൊക്കെ ഫേസ് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്നവരാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് നല്ല പോലെ ഓയിൽ വേണം, ഞാൻ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഓയിലുള്ള ഫുഡിന് പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ മുഖക്കുരു ഓയിലി സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഓയിൽ കുറച്ചിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഷുഗർ പൂർണ്ണമായിട്ടും കട്ട് ചെയ്യുക. ഷുഗർ നമ്മുടെ ഫുഡിൽ ഒട്ടും തന്നെ ഉൾപ്പെടുത്തരുത്. കാരണം നമ്മുടെ സ്കിന്നിനെ വളരെയധികം ഡാമേജ് ആക്കുന്ന ഒരു ഐറ്റമാണ് ഷുഗർ. നമ്മുടെ സ്കിന്നിനെ മാത്രമല്ല നമ്മുടെ അവയവങ്ങൾക്കും കേടാണ് ഈ ഷുഗർ കഴിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഷുഗർ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മൾ എന്തായാലും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയാനായിട്ട്, നമുക്ക് മുടി കൊഴിച്ചിൽ അതുപോലുള്ള പ്രശ്നങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ, സ്കിന്നിന് മുടിക്കൊക്കെ പ്രശ്നങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളൊരു ഡോക്ടറെ കാണാം. ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഡോക്ടർ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ മരുന്ന് എഴുതി തരുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ വിറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡോക്ടറെ കാണണമെന്നില്ല വിറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ലാബിൽ ചെന്ന് പറഞ്ഞാലും മതി. അപ്പോൾ വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം. അതായത് മുടി കൊഴിച്ചിൽ വരാം, പിന്നെ അതേപോലെ തന്നെ സ്കിന്നിന് പ്രശ്നം വരാം, പല്ലിന് പ്രശ്നം വരാം, നഖത്തിന് പ്രശ്നം വരാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ.
അപ്പോൾ നിങ്ങൾ അതെന്തായാലും ശ്രദ്ധിക്കുക. പിന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മഴക്കാലമാണ്. അപ്പോൾ മഴക്കാലത്ത് തന്നെ ഈ ഒരു മഴ മാറി കുറച്ചൊക്കെ വെയിൽ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മളൊന്ന് വെയിൽ കൊള്ളുന്നത് നല്ലതായിരിക്കും. അതായത് വേനൽക്കാലത്തെ വെയിൽ ഒരിക്കലും കൊള്ളരുത്, നമ്മുടെ സ്കിന്നെ ഡാമേജ് ആക്കും. അഥവാ ഈ ഒരു രാവിലെ ഉദിച്ചു വരുന്ന വെയിലും പിന്നെ അതേപോലെ തന്നെ അവസാനിക്കുന്ന ആ ഒരു ടൈമിലുള്ള വെയിലും കൊള്ളുന്നത് വളരെയധികം നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. അതിനകത്തുനിന്ന് വിറ്റമിൻ കിട്ടുന്നതാണെന്നൊക്കെ നമ്മൾ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ അതും കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ ഒന്നുകൂടെ ചുരുക്കി പറയാം. വിറ്റമിൻ ഇ ടാബ്ലറ്റ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ആവണക്കെണ്ണ നമ്മുടെ മുഖക്കുരു വന്ന പാടിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. രാവിലെ ഫേസ് വാഷ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഒമേഗ 3 വിറ്റമിൻ അടങ്ങിയ ഫുഡ് നമുക്ക് കഴിക്കാൻ നോക്കാം. പിന്നെ ഗ്രീൻ ടീ കഴിക്കാൻ നോക്കാം. ഗ്രീൻ ടീ കഴിക്കാനല്ല, ഗ്രീൻ ടീ കുടിക്കാൻ നോക്കാം. അതായത് കട്ടൻ ചായ, പാൽ ചായക്ക് പകരം ഗ്രീൻ ടീ കുടിക്കാൻ നോക്കാം. പിന്നെ തേങ്ങാപ്പാൽ കുടിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ എന്നാലും നിങ്ങൾ തേങ്ങാപ്പാൽ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് പശുപാൽ കുടിക്കുന്ന പോലെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്കിന്ന് നല്ലപോലെ വൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെയെന്ന് പറയാനായിട്ട് നിങ്ങൾ വിറ്റമിൻ ഡി എന്തായാലും ടെസ്റ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിറ്റമിൻ ഡി നമ്മുടെ ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെയും ബോഡിനെയും ഒരുപാട് അതായത് മോശമായിട്ട് ബാധിക്കും. അതായത് മുടി കൊഴിച്ചിൽ വരാം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ വിറ്റമിൻ ഡിയുടെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ കണ്ട്, അതായത് ലാബിൽ പോയി നിങ്ങൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ടും കൊണ്ട് നിങ്ങൾ ഡോക്ടറെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടർ അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് മരുന്ന് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതായത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ്, അതായത് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാനായിട്ട് ഈ ഒരു ആവണക്കെണ്ണയും പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ ടീയും പിന്നെ അതേപോലെ തന്നെ വിറ്റമിൻ ഇയും, ഈ ഒരു 3 ഐറ്റം മാത്രമേ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന ഐറ്റംസ് ഉള്ളൂ. അത് നമുക്കൊരു ചെറിയ വിലയ്ക്ക് നമുക്ക് വാങ്ങാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഹൈ എൻഡ് പ്രൊഡക്റ്റ് വാങ്ങി വെറുതെ പൈസ കളയണ്ട. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഗുഡ് വൈബ്സിൻ്റെ വീഡിയോസ് ചെയ്ത സമയത്ത് ഈ ഒരു വീഡിയോസിൽ പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയുകയാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൺകുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആൺകുട്ടികൾക്കും ഗുഡ് വൈബ്സിൻ്റെ ഡീറ്റാൻ നൈറ്റ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട്, യാതൊരുവിധ കുഴപ്പമില്ല. സോറി കേട്ടോ, കാരണം ഇത് കാണുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഗുഡ് വൈബ്സിൻ്റെ ടോപ്പിക്കല്ല നമ്മളിപ്പോൾ പറയുന്നത്. എന്നാലും കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗുഡ് വൈബ്സിൻ്റെ ആൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത്. ആൺകുട്ടികൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഞാനിപ്പോൾ ഇത്രയും കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതിൽ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ ഞാൻ റിപ്ലൈ തരാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാം. അത് ഞാൻ ഒരുവിധം പേർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നെ അതല്ല വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് മാത്രമേ ഞാൻ റിപ്ലൈ കൊടുക്കാത്തതുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടിപ്പുമായിട്ട് കാണാം. ഓക്കെ, ബൈ.